18 വർഷത്തോളം മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ ഇത്തവണ ലോക്സഭയിലേക്ക് വീണ്ടും വിജയിച്ച് എത്തിയിരിക്കുന്നു. ക്യാബിനറ്റ് പദവിയോടുകൂടി കൃഷിമന്ത്രി എന്ന പദവിയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം മധ്യപ്രദേശിൽ അടിസ്ഥാനപരമായ ഒരു കർഷകരാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായിരിക്കും ഇത്രയും സീനിയറായ ഒരാൾക്ക് ഇങ്ങനെ കൃഷിമന്ത്രി എന്ന പദവി നൽകാനുള്ള കാരണം? നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഇത്രയും അനുഭവ സമ്പത്തുള്ള, അതായത് ഹെവി വെയ്റ്റ് എന്ന് പറയാമായിരുന്നു. അദ്ദേഹം BJPയുടെ ദേശീയ പ്രസിഡൻ്റാകും എന്നൊക്കെ പലരും പറഞ്ഞിരുന്നതാണ്. കാരണം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ എങ്ങനെയായാലും എടുക്കുമ്പോൾ ക്യാബിനറ്റ് റാങ്കുള്ള ആളായിരിക്കും, അങ്ങനെയാണ് കീഴ്വഴക്കം. അപ്പോൾ കൃഷി മന്ത്രാലയത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധാരണ ഇടത്തരം അനുഭവ സമ്പത്തൊക്കെയുള്ള ആളുകളൊക്കെയാണ് വെക്കാറ്. ഈ ആദ്യമായിട്ടാണ് ഒരു ഹെവി വെയ്റ്റ് ഒരാൾ, മുഖ്യമന്ത്രിയുമൊക്കെ ആയിരുന്ന അനുഭവ സമ്പത്തുമൊക്കെ ഉള്ള ഒരാൾ ഈ കൃഷി മന്ത്രാലയത്തിൽ വരുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ചില കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. കർഷക സമരമൊക്കെ നടന്നൊക്കെ നമുക്കറിയാമല്ലോ. ഇതൊക്കെ സമവായത്തോടു കൂടിയൊക്കെ തീർക്കേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ആഗോള അജണ്ടയും കൂടിയൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നമ്മൾ കാണുന്നത് 2014 മുതൽ 2024 വരെയുള്ള കാലത്ത് അവിടെ മധ്യപ്രദേശിൽ കാർഷിക രംഗത്ത് വലിയ വളർച്ചയാണ് ഉണ്ടായത്. 6.5% മധ്യപ്രദേശ് നേടിയ വളർച്ച കാർഷിക മേഖലയിൽ. ഇത് ദേശീയ തലത്തിൽ ദേശീയ ശരാശരി എന്ന് പറയുന്നത് 3.7%. അപ്പോൾ ദേശീയ തലത്തിൽ 3.7 നിൽക്കുമ്പോഴാണ് 6.5% വളർച്ച മധ്യപ്രദേശ് നേടിയത്. മധ്യപ്രദേശ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളോടും, പഞ്ചാബിനോടും ഉത്തർപ്രദേശിനോടും ഒക്കെ മത്സരിക്കുന്ന അവസ്ഥയിൽ അവിടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ വളർത്തിയ ആളാണ് ശിവരാജ് ചൗഹാൻ. അത് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് 65 വയസ്സാണിപ്പോൾ. അദ്ദേഹം ഈ 15 മാസമാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നത്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ പറഞ്ഞല്ലോ, 2018 ഡിസംബർ മുതൽ 2020 മാർച്ച് വരെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തുടർച്ചയായിട്ട് അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ഈ ഇന്ന് ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്താണ് മധ്യപ്രദേശ്. ആദ്യത്തെ സ്ഥാനം ഉത്തർപ്രദേശിനാണ്. ഇനി പഞ്ചാബിന് ശേഷം ഈ സർക്കാർ ഏജൻസികൾക്ക് ഏറ്റവും കൂടുതൽ ഗോതമ്പ് വിൽക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്താണ് പഞ്ചാബ് കഴിഞ്ഞാൽ. ഉൽപ്പാദനം അവിടെ. അതെ, ഉൽപ്പാദനം അത്രയും ഉണ്ട് വിൽക്കാവുന്ന വിധത്തിൽ. പിന്നെ 1ാം സ്ഥാനത്ത് ചില കാർഷിക മേഖലകളിൽ 1ാം സ്ഥാനത്തുണ്ട് മധ്യപ്രദേശ്. സോയാബീൻ, കടല, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, ഉലുവ, ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് മധ്യപ്രദേശാണ്. ഇനി 2ാം സ്ഥാനത്ത് ചില വിളകളിൽ മധ്യപ്രദേശാണ്. സവാള, അതിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. കടുക് 1ാം സ്ഥാനത്ത് രാജസ്ഥാൻ. ചോളം 1ാം സ്ഥാനത്ത് കർണാടകയാണ്. 2ാം സ്ഥാനത്ത് മധ്യപ്രദേശാണ്. പിന്നെ ഈ നേരത്തെ മന്ത്രാലയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ രാധാ മോഹൻ സിംഗ്, നരേന്ദ്ര സിംഗ് തോമർ, അർജുൻ മുണ്ടയൊക്കെയായിരുന്നു നേരത്തെ മന്ത്രിമാർ. പക്ഷെ ഇപ്പോൾ ഇത് പ്രധാനമായിരിക്കണം എന്ന് കരുതി. അപ്പോൾ മോദി നോക്കിയിട്ട് ഈ പരിചയവും ഈ വലിയ സമ്പത്തും നേട്ടവും ഉണ്ടാക്കിയിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് ശിവരാജ് ചൗഹാനെ BJP പ്രസിഡന്റ് ആക്കുന്നതിന് പകരം ആ ഗുണമൊക്കെ നമുക്ക് കൃഷി മന്ത്രാലയത്തിൽ, അതൊന്നാമത് ഇന്ത്യയിൽ ധാരാളം ആളുകളുടെ ജോലി കാർഷിക വൃത്തിയാണല്ലോ. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. UP-യിൽ മുമ്പ് പിന്നെ ഹെവി വെയ്റ്റുകൾ ചില ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പവാർ, C. സുബ്രഹ്മണ്യം, ജഗജീവൻ റാം, റാവു ബീരേന്ദർ സിംഗ്, ദേവിലാൽ, ബൽറാം ജക്കർ,
ആ രീതിയിലേക്ക് ഒരു ഉയർന്ന ഒരു പദവി, ഉയർന്ന പദവിയാണിതെന്ന് കാണുകയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് നയം മാറാൻ പോകുന്നു. അതെ, കാർഷിക നയം ഈ സർക്കാരിൻ്റെ സർക്കാർ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 18% കാർഷിക രംഗത്തു നിന്നാണ് വരുന്നത്, ഗ്രോസ് വാല്യൂ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തൊഴിലാളികളിൽ 46% കാർഷിക തൊഴിലാളികളാണ്, കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്. ധാരാളം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാനുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് കൃഷിയെ ബാധിക്കുന്ന ആഗോളമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ജലസേചനം, സ്വകാര്യ ഉടമകളുടെ താല്പര്യം ഈ കാർഷിക രംഗത്തിനോട് ഇല്ലാതിരിക്കാൻ. ഇപ്പോൾ സ്വകാര്യ ഉടമയിലുള്ളവരൊക്കെ വേറെ ബിസിനസ്സൊക്കെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഈ കാർഷിക രംഗത്ത് അവർ പണം ഇറക്കുന്നില്ല. അവരെ കൊണ്ട് ഇറക്കിക്കണം പല കാര്യങ്ങളും പറഞ്ഞിട്ട്. വളം, വിത്ത്, കയറ്റുമതി, ഇതിൻ്റെ ശരിക്കുള്ള വില കൊടുക്കൽ കർഷകർക്ക്, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ കർഷക സമരം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് വേണ്ട രീതിയിൽ കർഷകരെ കൺവിൻസ് ചെയ്യാതെയാണല്ലോ നയം പെട്ടെന്ന് മാറിയത്. അപ്പോൾ അതുകൊണ്ട് ആണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അതും അടിയന്തരമായിട്ട് പരിഹരിച്ച് കർഷകരെ വിശ്വാസത്തിലേക്ക് എടുക്കേണ്ടത് BJPയുടെ വളർച്ചയ്ക്കും വളരെ പ്രധാനമാണ്. ഒരു കാര്യം കൂടെ ഇതിനോട് ആടി ചോദിക്കട്ടെ. അതായത് ഈ പഞ്ചാബ്, ഹരിയാന മേഖലകളിലൊക്കെ ഒരു കർഷക സമരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കർഷക സമരമൊക്കെ ഉണ്ടായ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ഒരുപക്ഷെ ഈ ചൗഹാന് കഴിയുമെന്നൊരു ചിന്ത ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ കാര്യത്തിലേക്ക് വന്നത്. ശരി. ആ പ്രശ്നം സാധാരണഗതിയിൽ ഒരു കർഷക സമരമൊക്കെ ആണെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചൊക്കെ തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു ആഗോള അജണ്ട ഖലിസ്ഥാൻ തീവ്രവാദികളുടെ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ ചൗഹാൻ വെറുതെ തന്നെത്താനെ ഹാൻഡിൽ ചെയ്യല്ല, ഇത് വേറെ ചില മന്ത്രിമാരുമായിട്ട് ആലോചിച്ച് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കും അല്ലേ. വലിയ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഞ്ചാബ്, ഈ അദ്ദേഹത്തിൻ്റെ തന്നെ സംസ്ഥാനമായ മധ്യപ്രദേശ്, UP എന്നുള്ളതല്ലാതെ നമ്മൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ഈ മറ്റേ മണിപ്പൂരിലൊക്കെ ഇതിന്റെ പിന്നിൽ കഞ്ചാവ് കൃഷി ഉണ്ടെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ വേറെ കൃഷികൾ, മര്യാദക്കുള്ള വിളകളുമൊക്കെ കൃഷി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇത് മാറ്റിയെടുക്കേണ്ടതുണ്ട്, കർഷകരുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ശിവരാജ് ചൗഹാനെ പോലെ ഒരാൾ അവിടെ അധ്യക്ഷതയിൽ ഇരിക്കുമ്പോൾ തന്നെ മര്യാദയ്ക്ക് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാൻ പറ്റുമല്ലോ. ഐ മീൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയുമല്ലോ ഈ കർഷക നേതാക്കളൊക്കെ വരുമ്പോൾ. കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇത്രയും വിളകളൊക്കെ അറിയാം. ഇത് എന്താണ് പ്രശ്നം ഈ മേഖലയിലുള്ളത്. ഈ ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് കർഷകർക്ക് ശരിക്കും പൈസ കൊടുക്കാനുള്ള ഫാം ലോസ് ആണ് കൊണ്ടുവന്നത്. പക്ഷെ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. സോറോസിന്റെ ആളുകള്, ഖലിസ്ഥാൻ തീവ്രവാദികള്, പിന്നെ ഈ ഫൗണ്ടേഷനുകള്, നമ്മുടെ കെജ്രിവാളിന് പൈസ കൊടുക്കുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകളെല്ലാം കൂടി അത് മൊത്തത്തിൽ കുഴപ്പമാക്കി. അതായത് സമരത്തിൽ പങ്കെടുത്തവർ മുഴുവൻ കർഷകരായിരുന്നില്ല. ആയിരുന്നില്ല. കർഷകരുടെ വേഷം കെട്ടിയിട്ട് വേറെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാവുന്നതാണ്. ആ വേഷത്തിൽ വന്ന ധാരാളം ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. ഈ മണ്ടീസ്, ചന്തകളിലൊക്കെ ഇടനിലക്കാര്, അപ്പൊ ഇടനിലക്കാര് പവർഫുൾ ആയിരിക്കുമല്ലോ, കാശ് കൊണ്ട് കൊഴുത്തവരായിരിക്കും. ഈ ഇടനിലക്കാരായിരിക്കും, കർഷകരൊന്നും ആയിരിക്കില്ല സമരത്തിൽ താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒന്നും അല്ലാതെ അത് നന്നായിട്ട് നടപ്പാക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അത് ചൗഹാന് കഴിയുമായിരിക്കും. അപ്പോൾ പല കാര്യങ്ങളിലും ഒരു ചാമ്പ്യൻ മിനിസ്റ്റർ, ഇത് പയനിയറിങ് എഫർട്ടൊക്കെ ഇടുന്ന ആളെന്നുള്ള നിലയ്ക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിതിൻ ഗഡ്കരി അങ്ങനെ നടപ്പാക്കിയ ഒരാളാണ്. അതുപോലെ പീയൂഷ് ഗോയൽ വാണിജ്യ മന്ത്രാലയത്തിലെ കുറെ ഇന്നവേറ്റീവായ കാര്യങ്ങൾ നടപ്പാക്കിയ ഒരാളാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു ചാമ്പ്യൻ മന്ത്രിയായിരിക്കും ശിവരാജ് ചൗഹാൻ എന്ന് കരുതുന്നുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പോൾ ആ പിന്നോട്ട് വലിച്ച കർഷക
പരിഷ്കാര നിയമങ്ങൾ ആ. അതുമൊക്കെ ശരിക്കും നടപ്പാക്കി കൊണ്ടുവരാറുമുണ്ട്. ഇത് സ്വാതന്ത്ര്യാനന്തരം പഞ്ചാബിൽ മുഖ്യമന്ത്രിയായിരുന്ന പ്രതാപ് സിംഗ് കൈറോൺ, അദ്ദേഹം സത്യത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ആളായിരുന്നു, കേരളത്തിലൊക്കെ അക്കാലത്ത്. കാരണം പഞ്ചാബ് പൊടുന്നനെ വലിയൊരു കാർഷിക സംസ്ഥാനമായിട്ട് കാർഷിക വളർച്ച ഉണ്ടായി ഈ പ്രതാപ് സിംഗ് കൈറോണിന്റെ കാലത്ത്. അപ്പൊ പ്രതാപ് സിംഗ് കൈറോണിനെ പോലെ തന്നെ ഒരു മാജിക് ചൗഹാൻ മധ്യപ്രദേശിൽ കാർഷിക രംഗത്ത് ചെയ്തു എന്ന് ഉള്ള കാര്യം അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം. ജലസേചന സൗകര്യങ്ങൾ, ജലസേചനം ഇരട്ടിയാക്കി മധ്യപ്രദേശിൽ 80% ആയി. പിന്നെ ഈ ഒരു വിളയല്ലാതെ വേറൊരു വിളയും കൂടി ഒരു വർഷത്തിൽ കൃഷി ചെയ്യാവുന്ന വിധത്തിൽ കർഷകരെ അതിന് പ്രാപ്തരാക്കി. രണ്ട് വിള എന്നുള്ള നിലയ്ക്ക് കുഴൽ കിണറുകൾ വളരെ വ്യാപകമായി അതൊക്കെ ചെയ്തിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഒരു കാരണവശാലും വെള്ളം മുടങ്ങരുത്, കുഴൽ കിണർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, ഈ വിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, കയറ്റുമതി ഇറക്കുമതി സെയിൽസ്, കൂടുതൽ ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് കൂടുതൽ സ്ഥലങ്ങളുമൊക്കെ അവർക്ക് ഉണ്ടാക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ സത്യത്തിലൊരു കാർഷിക വിപ്ലവം മധ്യപ്രദേശിൽ നടന്നത് മറ്റുള്ളവർ അറിയാതെ പോയിട്ടുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാൻ ചെയ്തത് കാർഷിക വിപ്ലവം അത് ദേശീയ തലത്തിൽ എത്തിക്കുക, ദേശീയ തലത്തിൽ ഒരു ഹരിത വിപ്ലവം പുതിയത് ഉദ്ദേശിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ചൗഹാന്റെ ഈ സ്ഥാനലബ്ധിയിൽ ഈ സെലക്ഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു പദവി കൊടുത്തിരിക്കുന്നത്. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ഹരിത വിപ്ലവം അടുത്ത 5 കൊല്ലം വളരെ വേഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ടെക്നോളജി, അതുപോലെ തന്നെ എന്താ പറയുക, ഈ ജൈവ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാർഷികത്തിൽ വിഷമില്ലാത്ത സംഗതികൾ അതൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ശിവരാജ് സിംഗ് ചൗഹാൻ നമ്മളിനി ശരിക്കും ഉറ്റുനോക്കേണ്ട ഒരു മന്ത്രിയാണ്. ആ മന്ത്രാലയത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.